എമർജൻസി വിഭാഗം നമ്മളവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. പക്ഷേ അവിടെ 2-3 ഫ്ലോറിലാണ് 2, 3, 4 ഫ്ലോറുകളിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് ശരിയാക്കട്ടെ, എന്താ വെച്ചാൽ ഇങ്ങനെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ട് രോഗികളെ വിളിച്ചാൽ മതി. പക്ഷേ അത് അങ്ങനെ പ്രവേശിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ടോട്ടലായിട്ട് അത് എല്ലാ പരിശോധനയും ഇപ്പൊ ഈ നിലകളുടെ പരിശോധന കഴിഞ്ഞപ്പോൾ അവിടേക്ക് രോഗികളെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ബിൽഡിംഗ് ടോട്ടലി അങ്ങനെയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. നമ്മളൊരു 3 ദിവസം എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് അത് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ 3 നിലകളും പ്രശ്നങ്ങളില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് മാറ്റിയെന്നാണ് പറയുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് സജ്ജമായിട്ടാണ് മാറ്റാൻ നിർദ്ദേശം നൽകിയിരുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അതെന്തായാലും അതിന്റെ മറുപടി വരട്ടെ. അന്ന് പോകാൻ ഇന്ന് പകരം മാസം ഇട്ടപ്പോൾ എല്ലാവരും ഇറക്കി. ആരോഗ്യസ്ഥിതി മോശമായ ഡേഞ്ചർ കേസാണ് അതിലുള്ളത്. ഓപ്പറേഷനൊക്കെ വെച്ച ആളുകളാണ്. അവരെ അവിടുന്ന് കൊടുക്കാണ്ട് ഇവിടെ കൊടുന്ന് ആക്കിയപ്പോൾ ഇനി രണ്ടാമത് പോകാൻ ഇത് പിന്നെ ഇതിൽ കൂടി ലിഫ്റ്റിൽ ഇറങ്ങാൻ പറ്റില്ല. താങ്ങി പിടിച്ച് ഞാനായി കൂടി 5-8 രോഗികളെ ഇറക്കി. എന്റെ കുട്ടിയതല്ല, അതിന് വലിയ ഓപ്പറേഷൻ ചെയ്ത മാതിരിക്കുള്ള ആളുകളുണ്ട്. അവർ താങ്ങി പിടിച്ച് ഞാൻ സഹായിക്കാണ്ട് എല്ലാം കൂടി പിടിച്ച് എന്നെ പിടിച്ചതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പിടിച്ച് ഞാൻ ഇറക്കി കൊടുന്ന് പഠിച്ചു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഈ വയറിങ്ങൊക്കെ ഒന്ന് ശരിയാക്കാൻ പറയും. മറ്റുള്ള 80-90 വയസ്സായ ആളുകൾ താങ്ങി പിടിച്ച് ഞാൻ കൊടുത്തോ എന്റെ കുട്ടി ചാടിക്കളിച്ചാണ് പോകുന്നുണ്ട്. ഇതിന്റെ ആളുകൾ പറയാനുള്ള തരാം. പ്രിൻസിപ്പളും അധികാരികളും ഇന്നെന്താ പറയുന്നത്? നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ബിൽഡിംഗിൽ ആരുമില്ല, രോഗികളില്ല. രോഗിയായിട്ടുള്ള ഒരു ചേച്ചിയാണ് ഒരു തവണ ട്രിപ്പ് ഇട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് തിരിച്ചു വന്നത്. അപ്പൊ അവർ ഇപ്പോൾ ഉള്ളോട്ട് കയറ്റുന്നില്ല. അപ്പൊ ഇവരാരോടൊക്കെ എന്തൊക്കെ ഒളിക്കുകയാണ്. ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട ആളുകൾ കളവ് പറയുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. നിങ്ങളുടെ മുൻപിലല്ലേ ഇപ്പൊ ആ ചേച്ചി പറഞ്ഞത് ഇവിടെ നിന്ന് 3-ാം വാർഡിൽ നിന്ന് ട്രിപ്പ് ഇട്ടു. ആ ട്രിപ്പ് ഇട്ടിട്ട് ഒരാൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവർ ഉള്ളോട്ട് കയറ്റുന്നില്ല. അതേസമയം ഇവിടുത്തെ ഡോക്ടറും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പറയും ഉള്ളിൽ ആരുമില്ല, ആരെയും കയറ്റിയിട്ടില്ല. ഇതൊരു ആതുര സേവന കേന്ദ്രമാണ്, അഭയകേന്ദ്രമാണ് ജനങ്ങളുടെ. ആ അഭയകേന്ദ്രത്തെ ആശങ്ക കേന്ദ്രമാക്കുകയാണ് ഇവിടെ. ഇപ്പൊ അവരിത് പറയുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് അവരെ ഇവിടെയല്ല അപ്പുറത്തെ ബ്ലോക്കിൽ പോകണം, 17-ാം ബ്ലോക്കിൽ പോകണം എന്ന് പറഞ്ഞ ആളുകളെ മാറ്റാണ്. ഒരു ഉത്തരവാദിത്തത്തിന്റെ അങ്ങേയറ്റത്തെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള പെരുമാറ്റം ഇവിടെ നടക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായ കാഷ്വാലിറ്റി ബ്ലോക്ക്, അതേ ബ്ലോക്കിൽ തന്നെ ഇന്ന് വീണ്ടും പുക ഉയർന്നിരിക്കുന്നു. കാഷ്വാലിറ്റി ബ്ലോക്കിലെ 6-ാം നിലയിൽ അവർ ഓപ്പറേഷൻ തിയേറ്റർ മുറിയിലാണ്, 14-ാം നമ്പർ മുറിയിലാണ്, തിയേറ്ററിലാണ് പുക ഉയർന്നത്. അവിടെ തിയേറ്ററിനോട് ടേബിളിനോട് സജ്ജീകരിച്ചിരുന്ന ഒരു ലൈറ്റിന്റെ വയറിൽ നിന്നാണ് ഈ പുക ഉയർന്നത്, കരിഞ്ഞത്. അവിടെ നിന്നാണ് പുക ഉയർന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ തുടർച്ചയായി ഇങ്ങനെ ഇവിടുത്തെ വയറിംഗ് ഇലക്ട്രിഫിക്കേഷൻ സംവിധാനത്തിൽ തുടർച്ചയായി അപാകതകൾ ഉണ്ടാകുന്നു, പുകയുയരുന്നു, രോഗികളുടെ ആശങ്കയിലുണ്ടാക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് വലിയൊരു ചോദ്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ കാണിച്ച അവരുടെ ഭാഗത്തുനിന്ന് വിശദീകരണത്തിൽ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്.